അല്ലടോ, നമ്മളെ നാടെങ്ങോട്ടാ പോകുന്നതെന്ന് ഞാൻ ചോദിക്കുന്നില്ല. നിങ്ങൾ ഞെട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഞെട്ടുന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ ഞെട്ടയില്ല വട്ടയിലയായി ഇപ്പോഴും ഞാൻ എന്ന് പറയാനേ എനിക്ക് കഴിയുള്ളൂ. 2 ദിവസം മുമ്പ് ഒരു ടീച്ചറെ എല്ലാവരെയും ചേർന്നിട്ട് സസ്പെൻഡ് ചെയ്തു. അതായത് ടീച്ചർ എന്തോ ചെക്കനെ പറഞ്ഞു, ചെക്കൻ പോയിട്ട് എന്ന് പറഞ്ഞാൽ ജീവൻ എടുക്കുകയും ചെയ്തു. ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. ടീച്ചർ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെറ്റ് തന്നെയാണ്. അപ്പോൾ ഇന്നലെ ഇപ്പോഴെന്ന് പറഞ്ഞാൽ 9ാം ക്ലാസ്സിൽ അങ്ങനെയാറ്റം പഠിക്കുന്ന 2 വിദ്യാർത്ഥികൾ ഒരു 3 ചെറുപ്പക്കാരിങ്ങനെ നോക്കുമ്പോഴേക്കാ വലിയ മലേൻ്റെ മുകളിൽ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ എല്ലാവരും ചോദിച്ചു, എന്തിനാണെന്നടാ ഈ 2 അവിടെ കയറിയിരിക്കുന്നത്, എടാ ചാടുവാടാ എന്ന് ചോദിച്ച് അങ്ങനെ ആൾക്കാരെയൊക്കെ വിവരം അറിയിച്ചിട്ട് കുറേ പെണ്ണുങ്ങൾ ഇത് നോക്കി നിൽക്കുമ്പോൾ തന്നെ അവരെടുത്ത് ചാടുകയാണ്. ചാടിയപ്പോൾ തന്നെ ജീവൻ പണയം വെച്ച് ആ ചെറുപ്പക്കാർ പിള്ളേർ പോയിട്ട് നേരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെങ്കിലും രക്ഷപ്പെടുത്തി. അതായത് ഒരാൾ മരിക്കുകയും ചെയ്തു, ഒരാളിപ്പോഴെന്ന് പറഞ്ഞ് ആശുപത്രി കിടക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ടീച്ചർമാരെ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ട് വല്ല കാര്യമുണ്ടോ? അതായത് ഒരു പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കുഞ്ഞുങ്ങളുടെ ഭാവിക്ക് വേണ്ടിയിട്ടായിരിക്കില്ലേ പറയുന്നത്. ഇപ്പോഴും തന്നെ എന്ന് പറഞ്ഞാൽ ആ 14-കാരൻ്റെ മരണത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇൻസ്റ്റഗ്രാമിലൂടെ തെറിവിളി നടത്തിയപ്പോൾ ടീച്ചർ പറഞ്ഞു, സൈബർ സെല്ലിൽ അറിയിച്ചു കഴിഞ്ഞാൽ നിന്നെ പിടിച്ചു കഴിഞ്ഞാൽ നീ ജയിലിൽ കിടക്കേണ്ടി വരും എന്ന് ടീച്ചർ പറഞ്ഞു എന്ന് പറഞ്ഞു. അത് ശരിയല്ലേ ശരിക്ക്? അതായത് ഇതുപോലെ തെറിവിളിച്ച് കഴിഞ്ഞാൽ, ഈ ഇൻസ്റ്റഗ്രാമിലൊക്കെ തെറിവിളിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ സൈബർ സെല്ല് പൊക്കി കൊണ്ടുപോകുന്നു. ടീച്ചർ പറഞ്ഞത് തെറ്റാന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടികൾ ഇപ്പോഴും മലമുകളിൽ പോകാനുണ്ടായ സാഹചര്യം എന്തായിരിക്കും? ആരെങ്കിലുമായിട്ടുള്ള പ്രണയമാണോ? ഇനി ആരെങ്കിലും ഇവരെ ചൂഷണം ചെയ്തിട്ടുണ്ടോ? ഇതൊന്നും നമുക്കറിയില്ല. ഏതോ ഒരു എഴുത്തിൽ 4 പേരുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇനി കൂടെയുള്ളത് 2 ആമ്പിളരാണോ? ഇതൊന്നും നമുക്കറിയില്ല. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ടീച്ചർമാർ ചിലപ്പോൾ ആ ദേഷ്യത്തിന് നല്ലതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ എന്തെങ്കിലും പറയും. ഇത് കണ്ടപ്പോൾ മാതാപിതാക്കൾ പറയുന്നത് എൻ്റെ മക്കളെ മർദ്ദിക്കുന്നേ എന്ന് പറഞ്ഞിട്ട് നമ്മളെല്ലാവരും കൂടി ചേർന്ന് ടീച്ചർമാരെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ചില ആൾക്കാർ പറയുന്നുണ്ട്, എങ്ങനെയെങ്കിലും പഠിപ്പിക്കുക, തിരിച്ചു വരിക, അല്ലാതെ വേറെ ഒരു കാര്യത്തിലും നമ്മൾ ഇടപെടണ്ട എന്ന്. ഒരു പക്ഷേ ഈ ടീച്ചർമാർ എന്തെങ്കിലും ഇപ്പോൾ ഈ പിള്ളേന്മാരുടെ എന്തെങ്കിലും ഒരു തെറ്റ് കണ്ടുപിടിച്ച് ഈ ടീച്ചർ എന്തെങ്കിലും പറഞ്ഞു, ആ പറഞ്ഞപാട് പോയിട്ട് പാറയുമ്പോൾ കയറിയിരുന്ന് താഴേക്ക് ചാടി ആ ടീച്ചർ തൂങ്ങിയില്ലേ? നിങ്ങൾ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്ക്. അതുകൊണ്ട് ഇന്നത്തെ കുട്ടികളോടൊന്നും പറയാൻ പാടില്ല എന്നാണ് എല്ലാവരും പറയുന്നത്. എൻ്റെ അഭിപ്രായം നേരെ മറിച്ചാണ്. കാരണം എന്താ പറയുക, പഴയ ചൂരലില്ലേ ആ ടീച്ചർമാരുടെ കയ്യിലെ ആ സാധനം തിരിച്ചു കൊടുക്കണം എന്നാണ് ഞാൻ പറയുന്നത്. അതായത് കൊടുക്കേണ്ട സ്ഥാനത്ത് കൊടുത്തിട്ട് തന്നെ ഇതാക്കണം നടന്ന്. അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെ ഈറ്റങ്ങളൊന്നും നന്നാകാൻ പോകുന്നില്ല. ഇവറ്റകളൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാം കണ്ണീര് കുടിപ്പിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ മാതാപിതാക്കളെ കൊണ്ടെന്ന് പറഞ്ഞ് ഇന്ന വരപ്പിക്കാൻ വേണ്ടിയിട്ടുമാണ്. അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏത് സ്ഥലത്ത് പോയി കഴിഞ്ഞാലും എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള നാട് വിട്ടുപോക്ക്, അതുപോലെ തന്നെ പാറയമ്മിനോട് മുകളിലെടുത്ത് താഴേക്ക് ചാടൽ, എന്തൊരു അവസ്ഥ ചെയ്ത 10 വയസ്സ് ഇതൊക്കെയാണ് ഈ വയസ്സ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇപ്പോഴെന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പ്രശ്നം കൊടുക്കും നമ്മൾ ടീച്ചർമാരെ ക്രൂശിക്കാൻ വേണ്ടിയിട്ടാണ് നടക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ വല്ല സത്യമുണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടോ നമ്മൾ നോക്കുന്നില്ല. ഒരു കുട്ടി ഇപ്പോൾ സ്കൂളിൽ എല്ലാം കഴിഞ്ഞതിന് ശേഷവും അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ടീച്ചർക്ക് പോയിട്ട് ചോദിക്കാൻ കഴിയില്ല. കാരണം വെച്ചാൽ ചോദിച്ചു കഴിഞ്ഞാൽ എന്താ, നേരെ വീട്ടിൽ പോയിട്ട് പറയുമായിരുന്നു, ടീച്ചർ എന്നെ ചോദ്യം ചെയ്തു, ടീച്ചർ എന്നെ ഇത് ചെയ്തു, ടീച്ചർ എന്നെ അങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട്. ആലോചിച്ചു, ഇതായിട്ട് നടക്കുന്നത്. അതുകൊണ്ട് തന്നെയെന്ന് പറഞ്ഞാൽ ടീച്ചർമാർക്ക് എല്ലാവർക്കും ഇപ്പോൾ വിദ്യാർത്ഥികളെ ഭയമാണെന്നേ ഞാൻ പറയുള്ളൂ. ഇനി ഒരു ടീച്ചർ പോലും ഒരു കുട്ടിയെയും നന്നാക്കാൻ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതോടുകൂടി പേടിച്ചിട്ടുണ്ടാകും. അതായത് ഈ ചെറുപ്പക്കാരനെ ഈ ഒരു കുട്ടിയുടേതും അതുപോലെ തന്നെ ഇന്നലെ 2 കുട്ടികൾ ചാടിയതും ഇതെല്ലാം വെച്ച് നോക്കുമ്പോഴേ ആ ടീച്ചർമാരൊക്കെ ശരിക്കും ഭയന്നു പോയിട്ടുണ്ടാകും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരെങ്ങാനും പേരെഴുതി വെച്ചിട്ടെങ്കിൽ തീർന്നില്ലേ? ഇവരെ കുടുംബജീവിതം കുളം തോണ്ടിയില്ലേ? നമ്മളാരും ഈ ടീച്ചർമാരെന്ന് പറഞ്ഞാൽ അമാനുഷിക ശക്തികളൊന്നും അല്ലല്ലോ. അവരും ഒരു മനുഷ്യന്മാരാണ്. അവരും കുടുംബത്തിൻ്റെ ഇതിനു വേണ്ടിയിട്ടാണ് ജോലിക്ക് വരുന്നത്. അപ്പം അങ്ങനെയുള്ള ആൾക്കാരുടെയൊക്കെ ജോലിയും പോയി വീട്ടിലിരിക്കാൻ പറ്റുമോ? അവരുടെ ജീവിതം നശിച്ചു പോകത്തില്ലേ? അപ്പം ഇതാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ പല രക്ഷിതാക്കളും അതുപോലെ തന്നെ ടീച്ചർമാരും തമ്മിൽ ശരിക്കും പറഞ്ഞാൽ ശത്രുതയിലാണെന്ന് എനിക്ക് പറയാനുള്ളൂ. അതിൻ്റെ ഇടയിലാണ് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാന ആക്രാന്തം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ടീം ഇന്നലെ ഒരു അമ്മ പറയുന്നത് കേട്ടു, 2 മാസത്തെ ഫീസ് കൊടുക്കാനില്ലതിന് എൻ്റെ മകനെ സ്കൂൾ ബസ്സിൽ നിന്നും ഇറക്കി വിട്ടു എന്ന്. അതാ അമ്മക്ക് പറ്റിയൊരു തെറ്റാണ്. ഈ 2 മാസം നിങ്ങൾക്ക് പൈസ അടക്കാനില്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം. അതായത് നിങ്ങൾ സർക്കാർ സ്കൂളിൽ കൊണ്ടുപോയി ചേർക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടുത്തെ ഫീസ് കൊടുത്താൽ മാത്രമേ ഈ ഡ്രൈവർമാർക്കും മായന്മാർക്കെല്ലാം ശമ്പളം കൊടുക്കാൻ കഴിയുള്ളൂ. അതുപോലെ തന്നെ ലോണുള്ള ബസ്സാണെങ്കിൽ ലോൺ അടക്കണം.
അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഇടയിൽ പോയിട്ട് നമ്മളെല്ലാവരും കൂടി ചേർന്ന് സ്കൂളുകാരെ തെറി വിളിച്ചിട്ടോ അല്ലെ ടീച്ചർമാരെ തെറി വിളിച്ചിട്ടോ ഒന്നും കാര്യമില്ല. ഇവിടെ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ടീച്ചർമാരും മാഷന്മാരും എല്ലാ സ്കൂളും നല്ലതെന്ന് ഞാൻ പറയുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2-3 ദിവസം മുമ്പ് ഒരു മാലാക വന്നിട്ട് പറയുന്നതൊക്കെ നമുക്കറിയാം. അതായത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ല എന്നാണ് മാലാക പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും നല്ലതാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേങ്കിൽ ഒരു 98% ടീച്ചർമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലവർ തന്നെയാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ പലപ്പോഴും പൊട്ടിത്തെറിഞ്ഞ കുട്ടികൾ തന്നെയാണ്. ഒരു പ്രാവശ്യം എനിക്കറിയുന്ന ഒരു കുട്ടി, ആ കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിയെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയത് ചോദിക്കാൻ വേണ്ടിയിട്ട് ഇവൻ്റെ അച്ഛൻ പോയതാണ്. അച്ഛൻ പോയപ്പോൾ ആ ഒരു ഹെഡ്മാസ്റ്റർ പറഞ്ഞ ഇതാണ്, നിങ്ങളുടെ കുട്ടിക്കാണ് പ്രശ്നം. അതായത് നിങ്ങളുടെ കുട്ടിയാണ് മറ്റൊരു കുട്ടിയെ ഇതുപോലെ ചെയ്തിരിക്കുന്നത്, അതുകൊണ്ടാണ് നിങ്ങളുടെ കുട്ടിയെ ഞാൻ പുറത്താക്കിയത് എന്ന്. ആലോചിച്ച് നോക്കണം. ആ അച്ഛൻ ഭയങ്കര രോഷത്തോട് കൂടിയിട്ട് എൻ്റെ മക്കളെ പുറത്താക്കാൻ അവനാരടാ, ഞാൻ ഫീസ് കൊടുത്തിട്ടാടാ പഠിപ്പിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു പോയതാണ്. പക്ഷേ ആ കുട്ടി ചെയ്തിരിക്കുന്നത് ഗുരുതരമായ കുറ്റമാണ്. അത് പറഞ്ഞപ്പോൾ ഈ രക്ഷകർത്താവിന് മനസ്സിലായി അമ്മാതിരി തെറ്റുകളാണ് കാണിച്ചു വെച്ചിരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരുപാട് കുട്ടികളും നമ്മളെ ഇടയിലുണ്ട്. അപ്പോൾ ഈ കുട്ടികളോട് നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാലോ ആ നിമിഷം പോയിട്ട് എന്ന് പറഞ്ഞാൽ ഇതുപോലെ എന്തെങ്കിലും പണിയെടുക്കും. ഇതുപോലെ പണിയെടുത്ത് കഴിഞ്ഞാൽ ആ ടീച്ചർ ആയുഷ്കാലം മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൂങ്ങേണ്ടി വരും ഇതിൻ്റെ പുറകിൽ. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും കുട്ടികളെ വളരെയധികം സൂക്ഷിക്കുക. ഇതുപോലെ പാറപ്പുറത്തും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെയൊക്കെ കൂടെ പോകുമ്പോൾ അവർ നല്ലവരാണോ, അതായത് കൂടെയുള്ള കുട്ടികളുടെ കൂട്ടുകാരികൾ നല്ലവരാണോ എന്ന് നമ്മൾ ആദ്യം ഉറപ്പുവരുത്തുക തന്നെ വേണം. അത് കഴിഞ്ഞതിന് ശേഷമേ നമ്മൾ അവരുടെ കൂടെ കൂടിക്കോളൂ എന്ന് പറയാതൂ. അതാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതോ ഒരു കുട്ടികളുടെ പ്രശ്നത്തിന് 2 കുട്ടികൾ പോയി. പിന്നെ ഇങ്ങനെ ജീവിച്ചിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ജീവിക്കാൻ താല്പര്യമില്ല എന്ന് വയസ്സുള്ള കുട്ടികൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അവസ്ഥ ആലോചിച്ച് നോക്ക്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, എൻ്റെ അഭിപ്രായത്തിന് ആ പഴയ ചൂരലുണ്ടല്ലോ അത് ടീച്ചർമാർക്ക് തിരിച്ചു കൊടുക്കണം. അതായത് അവർ പഠിപ്പിക്കട്ടെ. അല്ലാതെ ഇവിടത്തെ പോലെ എന്ന് പറഞ്ഞാൽ ഓരോരോ മാറ്റങ്ങൾ കൊണ്ടുവന്ന് ഈ ജുംബിയും കളിച്ച് നടന്നാലൊന്നും കാര്യം നടക്കൂല. പറയേണ്ട സമയത്ത് തന്നെ പറയണം. ഇതിനിടയ്ക്ക് ഒരു MLA വന്ന് പറയുന്നത് കേട്ടു, തുണിയില്ലാതെ വരുന്ന ഉദ്ഘാടനങ്ങൾ കാണാൻ എല്ലാവരും തടിച്ചു കൂടുന്നതെന്ന്. ഈ MLA ഉടനെ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, പണ്ട് ചുംബന സമരം നടത്തിയപ്പോൾ നിങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് പോയിട്ട് ഭയങ്കരമായിട്ട് ചൂട്ട് പിടിച്ചവരല്ലേ, അതെന്താ മറന്നുപോയാ? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അപ്പോൾ ഈ ചില ആൾക്കാർ അങ്ങ് ചെയ്യുമ്പോഴേക്ക് അങ്ങ് എല്ലാം ഇന്നും മിണ്ടാണ്ടിരിക്കും. എല്ലാ കാര്യത്തിനും എന്ന് പറഞ്ഞാൽ അതിൻ്റെതായ ഒരു നിലപാട് വേണം. അതേ എനിക്ക് പറയാനുള്ളൂ. ഇവിടെ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെ ഒന്നും പറഞ്ഞുകൂടാ, കുട്ടികൾ അങ്ങനെയാണ്, ഇതെല്ലാം കൂടിയിട്ട് ഒന്നിച്ചാക്കണം. എന്നിട്ട് ഇവിടെ എന്താണ് നടക്കുന്നത് നമ്മൾ ഓരോ ദിവസവും പത്രങ്ങളിൽ കാണുന്നില്ലേ? അതിൽ വയസ്സ് ഞാൻ പറയുന്നില്ല, അതിലും വലിയ നാണംകെട്ട പരിപാടി ചില സമയത്തൊക്കെ നടക്കുന്നത്. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള ചില ആൾക്കാർ ഒന്നും അറിയാതെ അവരുടെ ആ ഒരു ഇതും വെച്ചിട്ട് അവരങ്ങ് തട്ടിവിടും. അവർക്കെന്ത് പ്രശ്നമാണ്? അതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയാമെന്ന് പ്രിയപ്പെട്ട രക്ഷിതാക്കളോടാണ് പറയുന്നത്. നിങ്ങളുടെ കുട്ടിയുടെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മാത്രം ഏറ്റെടുക്കുക. അല്ലാതെ അവനിങ്ങനെ പറയുന്നുണ്ട്, ഇവനിങ്ങനെ പറയുന്നുണ്ട്, അവൻ അങ്ങനെ പോകണം, എൻ്റെ കുട്ടി ഇങ്ങനെ പോകണം, ഇതൊന്നും അല്ല വേണ്ടത്. മനസ്സിലാക്കി നിങ്ങൾ ആദ്യം. അതായത് നാട്ടുകാരനൊരുത്തൻ നിങ്ങളെ കുട്ടി പോകുന്നത് ഇതാ വേറെ വഴിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ ആരടാ അത് നോക്കാൻ? അതല്ല പറയേണ്ടത്. അയാൾ പറയുന്നതിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ? അല്ലാതെ നിങ്ങൾ ഈ പുതുതലമുറ ഇങ്ങനെയാണ്, പുതുതലമുറക്ക് 4-5 ആളിൻ്റെ കൂടെ ഇതൊന്നും അല്ല പറയേണ്ടത്. നിങ്ങളുടെ മക്കളെ കാര്യം നിങ്ങൾ തന്നെ സൂക്ഷിക്കുക. കാരണം ഇവിടെ ആൺ സുഹൃത്തുക്കൾ എന്ന് പറയുന്ന വർഗത്തോണ്ട് ഒറ്റൊന്നും നന്നായിട്ടില്ല. ഇപ്പം തന്നെ കാണുന്നില്ലായിരുന്നു, ഒരു പാവപ്പെട്ട ഒരു ജീവൻ വരെയാ പോയത്. ആൺ സുഹൃത്താണ് കാരണം. എല്ലാത്തിനും എന്ന് പറഞ്ഞ ആൺ സുഹൃത്തുക്കൾ അത് കേരളത്തിൽ മാത്രം ഏറ്റവും കൂടുതലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ആൺ സുഹൃത്ത് എന്ന് പറഞ്ഞാൽ അവിഹിതമാണ്, വേറെ ഒന്നുമല്ല. നമ്മൾ വിചാരിക്കുന്നത് എന്താ ഭയങ്കര സുഹൃത്ത് ബന്ധാന്ന്. ഒരു തേങ്ങാക്കൊലിയല്ല. അതിൻ്റെ പണ്ടത്തെ ജാരൻ എന്നുള്ളതിൻ്റെ പേരാണ് ഇപ്പോഴത്തെ ആൺ സുഹൃത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ പലതരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അത് തള്ളമാരായാലും ശരി, മക്കളായാലും ശരി, തന്തമാരായാലും ശരി, ചില ടീമുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോണിൻ്റെ മുകളിൽ തന്നെയാണ്. വീട്ടിലെത്തിക്കഴിഞ്ഞാൽ അമ്മയും മക്കളും പിന്നെ മുത്തച്ഛന്മാരും എല്ലാം ഫോണിലാണ്. ഒരാളും അങ്ങോട്ടും ഇങ്ങോട്ടും കോണ്ടാക്റ്റിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. പലപ്പോഴും ചോറ് വരെ തിന്നലെന്ന് പറഞ്ഞാൽ ഏതോ സമയത്താണ് ആരൊക്കെയോ തിന്നാ തിന്നു, ഇല്ല, അത്രയേ ഉള്ളൂ. നന്ദി, നമസ്കാരം. രോഷത്തോടുകൂടി പറയുന്നത് ഇനി അങ്ങ് നന്നാകാൻ നോക്ക്.